ഹായ് ഫ്രണ്ട്സ്, സാമാഡിസ് വിംസിക പാരഡൈസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം നമ്മൾ ജഡായിപ്പാറ കാണാൻ പോയി. അതിനുശേഷം നമ്മൾ മണ്ടോത്തുരുത്ത് കാണാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുന്നുള്ള യാത്ര, മണ്ടോത്തുരുത്ത് നിന്ന് നമ്മൾ വർക്കലയിലേക്കുള്ള യാത്രകളിലും അവിടുത്തെ വിശേഷങ്ങളുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കലയെന്ന് പറഞ്ഞാൽ ഏറ്റവും ശാന്തവും സുന്ദരവുമായ ഒരു സ്ഥലമാണ്. മനോഹരമായ കടൽ തീരങ്ങൾ, വിഷ്ണു ക്ഷേത്രം, ശിവഗിരി മഠം, ആശ്രമം തുടങ്ങിയവയാണ് വർക്കലയിലെ പ്രധാന ആകർഷണങ്ങൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് പാപനാശം എന്ന് പറഞ്ഞ കടൽ തീരമുള്ളത്. വർക്കല കടൽ തീരത്തെ നമ്മൾ സാധാരണ അറിയപ്പെടുന്നത് പാപനാശം കടൽ തീരം എന്നാണ്. വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ ഒരു കടൽ തീരം. കടൽ തീരത്തെ അഭിമുഖീകരിച്ചാണ് പാറക്കെട്ടുകൾക്കിടയിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൻ്റെ സ്ഥാനം. 2000 വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് പറയുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കേന്ദ്രവും പിന്നീട് സമാധി സ്ഥലവുമായി തീർന്ന ശിവഗിരി മഠവും വർക്കലയിൽ തന്നെയാണ്. ശിവഗിരി തീർത്ഥാടന യാത്രയും പ്രദർശനവും എല്ലാ വർഷവും ഡിസംബർ 30 മുതൽ ജനുവരി 1 വരെയാണ്. 10,000 വർക്കലയിൽ എത്തുന്ന ദിനങ്ങളാണിത്. കേരളത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യൻ എന്ന സന്ദേശം പ്രചരിപ്പിച്ച മഹാനാണ് ശ്രീനാരായണ ഗുരു. വർക്കല ബീച്ചിൽ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3 കിലോമീറ്റർ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. വിമാനത്തിലാണ് വരുന്നതെങ്കിൽ നമുക്ക് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 57 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബീച്ചിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിപ്പോൾ വർക്കല ബീച്ചിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ വർക്കല ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 1 ഡേ ടൂറിനൊക്കെ വന്നിട്ടുണ്ട്. അതിനുശേഷം കുറേ നാളുകൾക്കാണ് ശേഷമാണ് ഇപ്പോൾ എത്തിച്ചേരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തേനേക്കാളും മൊത്തത്തിൽ മാറിയിരിക്കുന്നു. വൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ടൂറിസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മൊത്തത്തിലൊരു ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, കാര്യങ്ങൾ, പിന്നെ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാം നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈയിടയ്ക്ക് വന്നു കഴിഞ്ഞ ഒരു ആകർഷണമാണ്, അതായത് ഒരു സീ ബ്രിഡ്ജ് എന്നുള്ള ഒരു സംഭവം. പക്ഷേ ഞങ്ങൾ പോയതിന് ശേഷം ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് തകർന്നെന്നുള്ള ഒരു ന്യൂസ് കേട്ടു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ബീച്ചിനെ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു രീതിയിൽ പ്രൊമോട്ട് ചെയ്ത ഒരു സംഭവമായിരുന്നു സീ ബ്രിഡ്ജ്. പിന്നെ അത് അതിൻ്റെ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണും, അതായത് അതിൻ്റെ സേഫ്റ്റി റീസൺസ് കാര്യങ്ങളൊക്കെ നോക്കാതെ ചെയ്തുകൊണ്ടായിരിക്കും. പക്ഷേ അത് നല്ല ആ ഒരു ബീച്ചിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവിടെ നമുക്ക് കുറേ സംഭവങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. നമുക്ക് അതിൻ്റെ അകത്ത് ക്ലിഫിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ ഷോപ്പുകളുണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. രാത്രി ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് നേരം ഇവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലിഫിൻ്റെ അവിടെ പോയി. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. അതായത് ലൈറ്റിങ്ങും പിന്നെ കാര്യങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങൾ, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഈ ബീച്ചിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു, ബീച്ചിലൊക്കെ ഇരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കാനഡയിലായിരുന്ന സമയങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നു, നമ്മൾ ഒറ്റയ്ക്കായി പോകുന്ന നിമിഷങ്ങൾ നമ്മൾക്ക് ഇന്ന് ആലോചിച്ച് ദൈവമേ ആരെങ്കിലും എൻ്റെ അപ്പ അമ്മ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ കൂടെ ഇങ്ങനെ വന്നിരുന്ന് ഇവിടെയൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ നല്ലൊരു ഓർമ്മകളാണ് ഞാൻ തിരിച്ച് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം ശരിക്കും ഞാനത് നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അതോടൊപ്പം പിന്നെ ഞങ്ങൾ കുറേ നേരം ക്ലിഫിൽ കയറി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. പിന്നെ അപ്പോഴത്തേന് ഏകദേശം ഒരു രാത്രിയായി. പിന്നെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.